നമസ്കാരം. ബീഹാറിൽ SIR അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പിലാക്കിയപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും അതിനെ എതിർത്തു. ആ SIRനെ മുസ്ലിങ്ങളുടെ പേരിൽ എതിർക്കാൻ വലിയൊരു പ്രക്ഷോഭം ഇവിടെ ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ നടന്നു. SIR എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയാണ് എന്നാണ് അവർ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ CAA കാലത്തുണ്ടായതുപോലെ ഈ പ്രചരണങ്ങളെ ഏറ്റുപിടിക്കാൻ ഈ രാജ്യത്ത് ആരുമുണ്ടായില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെല്ലാം പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഈ SIRൽ വളരെ സജീവമായി പങ്കെടുക്കുകയും തങ്ങളുടെ പേര് ഈ വോട്ടർ പട്ടികയിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അനധികൃതമായി വോട്ടർ പട്ടികയിലുണ്ടായിരുന്ന രാജ്യത്ത് താമസിക്കുന്ന കുടിയേറ്റക്കാർ അവരെല്ലാം സ്വാഭാവികമായും പുറത്താകുന്നു. മാത്രമല്ല, മരിച്ചവരുടെ പേരുകൾ, ലക്ഷക്കണക്കിന് മരിച്ചവരുടെ പേരുകളാണ് ഓരോ സംസ്ഥാനത്തും ഉണ്ടായിരുന്നത്. അങ്ങനെ വെട്ടി 47 ലക്ഷം വോട്ടർമാരാണ്, അതായത് വ്യാജ വോട്ടർമാരാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത് എന്ന് നമുക്ക് ഓർക്കണം. അതിനുശേഷം സംശുദ്ധമായ വോട്ടർ പട്ടികയോടുകൂടി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മൾ കണ്ടു. ഈ വലിയ വിജയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ നിർത്തിയില്ല. 12 സംസ്ഥാനങ്ങളിൽ കൂടി SIRുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ SIRനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. പക്ഷേ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായ നിലപാട് മാത്രമാണ് സ്വീകരിച്ചത്. ഇപ്പോഴിതാ 3 സംസ്ഥാനങ്ങളുടെ ഡേറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. SIR നടപ്പിലാക്കിയ 3 സംസ്ഥാനങ്ങളിലുമായി 1 കോടിയിൽ പരം വോട്ടർമാരെ കാണാനില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പശ്ചിമ ബംഗാളിൽ 78 ലക്ഷം പേരാണ് പുറത്താകുന്നത്, രാജസ്ഥാനിൽ 44 ലക്ഷം പേർ, ഗോവയിൽ 1 ലക്ഷം പേർ, പുതുച്ചേരിയിൽ 1 ലക്ഷം പേർ. ഇങ്ങനെ 1 കോടിയിലധികം ആളുകൾ, ഈ അനധികൃത വോട്ടർമാർ, വ്യാജ വോട്ടർമാർ ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്താകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 12 സംസ്ഥാനങ്ങളിലാണ് SIR നടപ്പിലാക്കി തുടങ്ങിയത്. അതിൽ 3 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടം പൂർത്തിയാകുന്നു. ആദ്യഘട്ടം പൂർത്തിയാകുമ്പോഴാണ് ഈ 1 കോടി വോട്ടർമാർ വ്യാജ വോട്ടർമാരായി പുറത്തു പോകുന്നു എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിനകത്ത് ആബ്സെൻറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫോം സമർപ്പിക്കാത്തവരുണ്ട്, അതോടൊപ്പം തന്നെ മരിച്ച വോട്ടർമാരുണ്ട്, സ്ഥലം മാറിപ്പോയവരുണ്ട്, 2 ഇരട്ട വോട്ടുള്ളവരുണ്ട്. ഇങ്ങനെ ഇവരെല്ലാം ചേർത്താണ് 1 കോടിയിലധികം വോട്ടർമാരെ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പോകുന്നത്. 12 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങളുടെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. അതിൻ്റെ കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ 1ാം ഘട്ടത്തിൻ്റെ തീയതി കോടതി ഇടപെടലുകളും മറ്റ് ചില കാരണങ്ങളാലുമൊക്കെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഡിസംബർ 19 വരെയാണ്, കേരളത്തിലടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ ഡിസംബർ 23 വരെയാണ്, ഉത്തർപ്രദേശിൽ ഡിസംബർ 31 വരെയാണ്. അതിനുശേഷം ഈ സംസ്ഥാനങ്ങളിലെ കണക്കുകളും വരും. എന്തായാലും പശ്ചിമ ബംഗാൾ അടക്കം, പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും അധികം, 78 ലക്ഷം പേരാണ്. പശ്ചിമ ബംഗാൾ അനധികൃതമായി നുഴഞ്ഞു കയറുന്നതിനായി പേര് കേട്ട ഒരു സംസ്ഥാനമാണ്. അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജരേഖകളും മറ്റും സംഘടിപ്പിച്ചു കൊടുക്കുന്ന ധാരാളം മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, ഏതാണ്ട് 78 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.